ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പക്ക ഉപ്പേരിയാണ് കേട്ടോ. കൈപ്പക്ക കയ്പ്പില്ലാതെ എല്ലാവർക്കും കൂട്ടാൻ പറ്റുന്ന വിധത്തിൽ. കൈപ്പക്ക അധികം ആർക്കും ഇഷ്ടമല്ലാത്ത സാധനമാണ്. പക്ഷേ ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും കേട്ടോ. കൈപ്പക്കയാണെന്നേ അറിയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ കൈപ്പക്കയൊക്കെ ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. മുറിക്കുന്നതൊക്കെ എല്ലാവർക്കും എപ്പോഴും കാണുന്നതല്ലേ, കൊണ്ട് മുറിക്കണമൊന്നും കാണിച്ചിട്ടില്ല. അതിന് ഒപ്പം ചെറിയ ഉള്ളിയും ഉണ്ടാവും. ചെറിയ ഉള്ളി അതേപോലെ അരിഞ്ഞിട്ട് ഇടുക. എന്നിട്ട് നമുക്ക് ചട്ടി വെച്ച് അതിൽ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. കാണിച്ചപ്പോൾ അങ്ങോട്ട് കാണിച്ചു എന്ന് മാത്രം തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എളുപ്പം പണിയാണ് കേട്ടോ. വേഗമാണ്, എന്നാലോ ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഉള്ളിയും കയ്പയും കൂടിയിട്ട് ചെറുതാക്കി മുറിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി എന്നല്ല, ആവശ്യത്തിന് എരിവ്. നമ്മളിതിൽ പച്ചമുളകൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് അവരുടെ എരിവിനനുസരിച്ചുള്ളത്. ഞാനിവിടെ 1.25 സ്പൂണാണ് മുളക് പൊടി ഇടുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1.25 സ്പൂൺ ഇടുന്നത് കേട്ടോ. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കയ്പ്പിനനുസരിച്ചിട്ട് അവനവൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ തുറന്ന് വെച്ച് നല്ലോണം എണ്ണയിൽ കടന്ന് നല്ലോണം ഇത് ഫ്രൈ ആവണം കേട്ടോ. ഫ്രൈ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കയ്പ്പക്കയൊന്നും അറിയില്ല. അതായത് കയ്പ്പക്ക കൂട്ടാത്ത ആൾക്കാർക്കൊക്കെ ഇത് കയ്പ്പക്കയൊന്നും അറിയാതെ തന്നെ കൊടുക്കണം നമുക്ക്. തിന്നുമ്പോഴും കൂടി ഒരു ടേസ്റ്റ് അറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയുക. ഇങ്ങനെയാണ് ലാസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് കണ്ട ആരെങ്കിലും കയ്പ്പക്കയെന്ന് പറയുമോ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്ന് ചെയ്തപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അസ്സലാമു അലൈക്കും.